സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പരിശോധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കോഡുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ കാണുക. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ് ഈ വീഡിയോ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നും അതെന്താണെന്നും നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ഡയലർ എടുക്കുക. അതിൻ്റെ അകത്ത് *#07# നമ്മളൊന്ന് ഡയൽ ചെയ്യുക. ഇത് ഡയൽ ചെയ്ത് കഴിയുമ്പോഴത്തോടെ ഇതുപോലെ നമ്മുടെ ഫോണിലെ റേഡിയേഷൻ്റെ അളവ് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. 1.6 വരെ നോർമലായിരിക്കും. എങ്കിൽ 6ന് മുകളിലാണെങ്കിൽ റേഡിയേഷൻ്റെ അളവ് കൂടുതലാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയ്ക്ക് അടുത്തത്തെ തലയണയുടെ സൈഡിലെത്തി നമ്മൾ വെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാറ്റി വെച്ച് വേണം നമ്മൾ ഉറങ്ങാനായിട്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വേറൊരു കോഡാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ *#06# നമ്മൾ ഡയൽ ചെയ്യുക. ഡയൽ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ IMEI നമ്പർ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ IMEI നമ്പർ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫോൺ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഇത് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഒന്ന് മെയിലിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ബുക്സിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചില്ല എങ്കിൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എപ്പോഴും ഇത് കൈയോടെ തന്നെ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കോഡാണ്. അതിന് നമ്മൾ ഡയലർ എടുക്കുക. #002# നമ്മളൊന്ന് ഡയൽ ചെയ്യുക. ഡയൽ ചെയ്യുമ്പോൾ നമ്മൾ ഫോണിൽ 2 സിം ഉണ്ടെങ്കിൽ 2 സിമ്മിൽ നിന്ന് നമ്മൾ ഡയൽ ചെയ്യുക. ഇങ്ങനെ ഡയൽ ചെയ്ത് കഴിയുമ്പോഴത്തോടെ നമുക്കൊരു SMS വരും. ഇതുണ്ടോ, കോൾ ഫോർവേഡിങ് ഇറേസ് വാസ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, കോൾ ഫോർവേഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇറേസ് ആയി പോയിക്കോളും. അപ്പം ഇതും ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 2 സിം ഉണ്ടെങ്കിൽ 2 സിമ്മും ഇതുപോലെ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇതുപോലെ കോൾ ഫോർവേഡിങ് ഉണ്ടെങ്കിൽ ഇറേസ് ആയി പോയിക്കോളും. അപ്പോൾ നിങ്ങളിത് കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.